CITU എറണാകുളം ജില്ലാ പ്രസിഡന്റ് KN ഗോപിനാഥിന് വെട്ടേറ്റു. യൂബർ ടാക്സി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് ഗോപിനാഥിന് വെട്ടേറ്റത്. പ്രതി പോലീസ് പിടിയിൽ. കൂടുതൽ വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ആദ്യം എങ്ങനെയായിരുന്നു സംഭവം? ഉച്ചയ്ക്ക് 12:30 സംഭവം. യൂബർ ഉൾപ്പെടെയുള്ള ഓൺലൈൻ ടാക്സികൾക്കെതിരായ സമരത്തിനിടെയായിരുന്നു ഈ അക്രമം നടന്നത്. യൂബറിന്റെ പാലാരിവട്ട ഓഫീസിലേക്ക് CITU നേതൃത്വത്തിൽ ഇന്നൊരു മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഓട്ടോ തൊഴിലാളികളും ടാക്സി തൊഴിലാളികളുമാണ് മാർച്ചിൽ പങ്കെടുത്തത്. മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ഗോപിനാഥാണ്. ഉദ്ഘാടനം ചെയ്ത ശേഷം അദ്ദേഹം വേദി വിട്ട് നടന്നു പോവുകയായിരുന്നു പാലാരിവട്ടം ജംഗ്ഷനിലേക്ക്. അപ്പോൾ പിന്നിൽ നിന്ന് എത്തിയ ഒരാൾ, അയാൾ കാറിലാണ് വന്നത്, പിന്നിൽ നിന്നെത്തിയ ഒരാൾ കയ്യിലിരുന്ന കത്തി കൊണ്ട് കഴുത്തിന് വെട്ടുകയായിരുന്നു. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. അപ്പൊ തന്നെ പാലാരിവട്ടത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി ഉടനെ തന്നെ മെഡിക്കൽ ടെസ്റ്റിലേക്ക് മാറ്റി. ഇപ്പോൾ മെഡിക്കൽ ടെസ്റ്റില് ICU തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. അല്പം മുമ്പ് ഡോക്ടർമാർ പറഞ്ഞത് ഒരു ശസ്ത്രക്രിയ വേണ്ടിവരുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് ഇന്ന് തന്നെ ശസ്ത്രക്രിയ നടത്തും എന്നാണ് ഡോക്ടർമാരുടെ തീരുമാനം. ഏതായാലും വലിയ തോതിൽ ആശങ്കപ്പെടാനില്ല എന്നാണ് CPM നേതാക്കന്മാർ പറയുന്നത്. പക്ഷേ കുത്തിയ ആളിന്റെ പശ്ചാത്തലം എന്ത്? രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളാണോ? എന്താണ് കാരണം? അതേ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ അനൌദ്യോഗികമായി പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? അജിംഷാദ്, ഈ അക്രമിയെ ഉടൻ തന്നെ പോലീസ് നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. വടകര സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ എന്നയാളാണ് പിടിയിലായത്. ഇയാൾ കലൂരിൽ ഒരു കടയിൽ ജീവനക്കാരനാണെന്നാണ് പോലീസ് പറഞ്ഞത്. ഇയാളെ ഏതായാലും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. അക്രമത്തിലുള്ള കാരണം വ്യക്തമല്ല. ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ വ്യക്തതയില്ലാത്ത മറുപടികളാണ് ലഭിക്കുന്നത്. CPM-നോട് ഇയാൾക്ക് വിരോധമുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ഇവര് തമ്മിൽ, ഈ ഗോപിനാഥും ഈ അക്രമം നടത്തിയ ഉണ്ണികൃഷ്ണനുമായി ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി മുൻപരിചയമോ വ്യക്തിവിരോധത്തിനോ ഒരു സാധ്യതയുമില്ല. കാരണം അദ്ദേഹത്തിന് ഈ മേഖലയുമായി വലിയ ബന്ധമുള്ള ആളുമല്ല ഈ അക്രമി. മാത്രമല്ല, ഓൺലൈൻ ടാക്സിയുമായോ ടാക്സി യൂണിയനുകളുമായോ എന്തെങ്കിലും ബന്ധം ഇയാൾക്കുള്ളതായി പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ഒരു കാറിൽ വന്നിറങ്ങി നടന്നു പോവുകയായിരുന്നു. ഗോപിനാഥിന്റെ പിന്നിലൂടെ എത്തി കഴുത്തിന് വെട്ടുകയായിരുന്നു. ഏതായാലും ഒപ്പം CITU പ്രവർത്തകരും നാട്ടുകാരും ഒപ്പം തന്നെ എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. ഏതായാലും പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ അക്രമത്തിനുള്ള കാരണം ഇപ്പോഴും വ്യക്തമായി പറയാൻ പോലീസിന് കഴിയുന്നില്ല. കാരണം ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായൊരു മറുപടി ഇയാൾ നൽകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ശരി, പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സമീർ കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. സമീർ, ഉണ്ണികൃഷ്ണൻ എന്ന ആളാണ്, വടകര സ്വദേശിയായ ആണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ഇയാളെ സംബന്ധിച്ച് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? പ്രതി പറയുന്നത് പാർട്ടി വിരോധമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിന് ഇടയാക്കിയത് എന്നാണ് പറയുന്നത്. പാർട്ടികളുടെ ഏതെങ്കിലും ഒരു നേതാവിന് വകവരുത്തണമെന്ന് നേരത്തെ ഉദ്ദേശിക്കുന്നതാണ്. തനിക്ക് ഇപ്പോൾ കിട്ടിയത് ഗോപിനാഥിനെയാണ്, അതുകൊണ്ടാണ് ഗോപിനാഥിനെ പറ്റിയത് എന്നാണ് പോലീസ്. എങ്ങനെ സമീർ വ്യക്തമല്ല? അതായത് സമീർ വ്യക്തമായില്ല. അതായത് ഇത്തരത്തിൽ ഒരു പരിപാടി നടക്കുന്നതിനിടെ കത്തിയുമായി എത്തുകയും വെട്ടുകയും ചെയ്ത പ്രതിക്ക് ഉള്ള ഇന്റൻഷനെ സംബന്ധിച്ച് എന്താണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ? ഇയാൾ എന്താണ് പോലീസിനോട് പറഞ്ഞത്? അതേ സംബന്ധിച്ച് സമീർ പറഞ്ഞത് ആദ്യം കേട്ടില്ല. ഈ പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പ്രകാരമാണ് തനിക്ക് പാർട്ടി വിരോധമുണ്ട്. ആ പാർട്ടി വിരോധമുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നേതാവിനെ വകവെക്കണം എന്ന് ഏറെ നാളായി ഉദ്ദേശിക്കുന്നത്. ഈ തനിക്ക് കിട്ടിയത് ഗോപിനാഥിനെയാണ്, അതുകൊണ്ടാണ് ഗോപിനാഥിനെ കിട്ടിയത് എന്നാണ് പോലീസ് ഈ പ്രതിയെ ചോദിച്ചപ്പോൾ പ്രാഥമികമായി നൽകിയിരിക്കുന്ന വിവരം. എന്തായാലും അത് പൂർണ്ണമായി മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഗോപിനാഥ് ഇവിടുത്തെ സകല കാര്യങ്ങളും ഇടപെടുന്നതിനും സജീവമായിട്ടുള്ള ഒരു രാഷ്ട്രീയപ്രവർത്തകനുമാണ്. CITU എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഏറെ കാലമായിട്ട്. ശരി സമീറാണ് വിശദാംശങ്ങൾ നൽകി വന്നത്. CITU ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥിന് വെട്ടേറ്റു. ഉണ്ണികൃഷ്ണൻ എന്നയാൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായി. പാർട്ടി സംബന്ധമായി CPIM-നോടുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ ചെയ്തതെന്നാണ് പ്രതിയുടെ പ്രാഥമികമായ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് സാലി മുഹമ്മദും സമീറും നൽകിയത്.